ഹായ് കൂട്ടുകാരെ, ഞാനിന്ന് വന്നിരിക്കുന്നത് ഒരു കഥയുടെ വീഡിയോയുമായിട്ടാണ്. നമ്മുടെ കഥയിലെ കഥാപാത്രത്തിൻ്റെ പേര് ശാന്ത എന്നാണ്. ശാന്തയും ഭർത്താവും മാത്രമാണ് ഉണ്ടായിരുന്നത്. അവർക്ക് കുട്ടികൾ ഉണ്ടായിരുന്നില്ല. ശാന്തയുടെ ഭർത്താവിൻ്റെ പേര് രാഘവൻ എന്നാണ്. കുട്ടികളില്ലെങ്കിലും അവർ സുഖമായി തന്നെ കഴിഞ്ഞുകൂടി. ശാന്തയുടെ ഭർത്താവ് ഒരു തെങ്ങുകയറ്റക്കാരനാണ്. അയാൾ തെങ്ങു കയറി കിട്ടുന്ന പണം കൊണ്ട് നല്ല രീതിയിൽ തന്നെയാണ് അവർ കഴിഞ്ഞുകൂടിയിരുന്നത്. കുട്ടികളില്ല എന്നൊരു ദുഃഖം അവരെ രണ്ടുപേരെയും വല്ലാതെ അലട്ടിയിരുന്നു. എന്തു ചെയ്യാൻ, എത്ര ചികിത്സിച്ചിട്ടും അവർക്ക് കുഞ്ഞുങ്ങളുണ്ടായില്ല. തങ്ങൾക്ക് ഇനി കുഞ്ഞുങ്ങളുണ്ടാകാൻ പോകുന്നില്ലെന്ന യാഥാർത്ഥ്യം അവർ മനസ്സിലാക്കി. പക്ഷേ ശാന്ത ഇടയ്ക്കൊക്കെ രാഘവനോട് പറയും, പിന്നെ നമുക്ക് കുട്ടികളില്ലാത്തത് എന്താണ് ഒരു കുഞ്ഞിക്കാൽ കാണാൻ ചെയ്യുക, നമുക്ക് എന്താണ് ദൈവം ഒരു കുഞ്ഞിനെ തരാത്തത്? ശാന്ത രാഘവനോട് ചോദിക്കും. അപ്പോൾ അയാൾ പറയും, നമുക്ക് അതിന് വിധിച്ചിട്ടില്ലെന്ന് സമാധാനിക്കൂ. നിന്റെ കുഞ്ഞ് ഞാനും എൻ്റെ കുഞ്ഞ് നീയും, അതുപോരെ, അങ്ങനെ കഴിഞ്ഞാൽ പോരെ ചോദിക്കും. അപ്പോൾ ശാന്ത സങ്കടമെല്ലാം മറന്നു ചിരിക്കും. അങ്ങനെ കുറേ വർഷങ്ങൾ കഴിഞ്ഞു പോയി. ഒരു ദിവസം തെങ്ങ് കയറാൻ പോയ ശാന്തയുടെ ഭർത്താവ് തെങ്ങിന്മേൽ നിന്ന് വീണു മരിച്ചു. ശാന്തയ്ക്ക് സഹിക്കാവുന്നതിലും അപ്പുറമായിരുന്നു അത്. ശാന്ത നെഞ്ചു പൊട്ടി കരഞ്ഞു. തനിക്ക് ഇനി ആരാണുള്ളത്? ആരുമില്ല. ആകെ അന്തിത്തുണയ്ക്കുണ്ടായിരുന്നതാണ് തൻ്റെ ഭർത്താവ്. അതും പോയല്ലോ ദൈവമേ, തന്നോട് എന്തിനാണ് ഇങ്ങനെ ക്രൂരത കാണിക്കുന്നത്? താൻ ആർക്കും ഒരു ദോഷവും ചെയ്തിട്ടില്ലല്ലോ. ശാന്ത ദൈവത്തെ ശപിച്ചുകൊണ്ട് നിലവിളിച്ചുകൊണ്ടേയിരുന്നു. അയൽപ്പക്കക്കാരൊക്കെ അവരെ സമാധാനിപ്പിച്ചു കൊണ്ടിരുന്നു. രാഘവൻ്റെ ശവസംസ്കാരം കഴിഞ്ഞ് എല്ലാവരും പിരിഞ്ഞുപോയി. കുറച്ചു കാലം ശാന്ത വീട്ടിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങാതെ അയൽപ്പക്കക്കാർ പോയി അവരെ സമാധാനിപ്പിച്ചു കൊണ്ടേയിരുന്നു. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ അവരുടെ വിഷമമൊക്കെ ഒന്ന് മാറി തുടങ്ങിയിരുന്നു. അവർ വീട്ടിൽ നിന്നും പുറത്തേക്കിരുന്നു. ഇനി ജീവിക്കാൻ എന്താണ് ഒരു വഴി? അവർ ആലോചിച്ചു. അപ്പോൾ അവർക്ക് തോന്നി, ഇനി എന്തെങ്കിലും ചെറിയ തോതിലുള്ള തൊഴിൽ ചെയ്യാതെ തനിക്ക് ജീവിക്കാനാവില്ല. അങ്ങനെ അവർ വളക്കച്ചവടം തുടങ്ങി. വളയും പൊട്ടും പാക്കറ്റും കൺമഷിയും ചെറിയ പീപ്പികളും അങ്ങനെ അവർ കച്ചവടത്തിന് ഇറങ്ങി തിരിച്ചു. തെരുവോരങ്ങളിലും വീടുകളിലുമൊക്കെ അവർ വളക്കുട്ടയുമായി നടന്നു വിറ്റുകൊണ്ടാണ് ജീവിതം കഴിഞ്ഞിരുന്നത്. കുട്ടികളെ അവർക്ക് വലിയ ഇഷ്ടമായിരുന്നു. കുട്ടികൾ അവരെ വിളിച്ചിരുന്നത് വളമുത്തശ്ശി എന്നായിരുന്നു. ശാന്തയ്ക്ക് കുട്ടികൾക്കും ശാന്തയെ വളരെ ഇഷ്ടമായിരുന്നു. ശാന്ത ഉച്ചവരെ ജോലിക്ക് പോകും, വളം വിൽക്കാൻ പോകും. അത് കഴിഞ്ഞാൽ ഉച്ചയ്ക്ക് ശേഷം ഏകദേശം ഒരു 4 മണിയോട് കൂടി അവർ തിരിച്ച് വീട്ടിലേക്ക് എത്തും. എന്താണെന്നല്ലേ, അപ്പോഴേക്കും കുട്ടികൾ സ്കൂൾ വിട്ട് വന്നിട്ടുണ്ടായിരിക്കും. അവർക്ക് കുട്ടികളെ കാണാൻ ഭയങ്കര സന്തോഷമാണ്. തൻ്റെ ഭർത്താവ് മരിച്ചതിൽ പിന്നെ അങ്ങനെയാണ് അവർ സന്തോഷിച്ചു കൊണ്ടിരുന്നത്. ആ കുട്ടികളെ കാണുമ്പോഴും അവർക്ക് കഥ പറഞ്ഞു കൊടുക്കുമ്പോഴും ഒക്കെ അവർ എന്തെന്നില്ലാത്ത ഒരു ആനന്ദം കണ്ടെത്തിയിരുന്നു. കുട്ടികൾക്കും വളമുത്തശ്ശിയെ ഭയങ്കര ഇഷ്ടമാണ്. കാരണം കഥകൾ പറഞ്ഞു തരാനും പാട്ടുപാടി തരാനും ഒക്കെ വളമുത്തശ്ശി തന്നെ വേണം. തങ്ങളുടെ മാതാപിതാക്കൾ പഠിക്കൂ എന്നല്ലാതെ ഒരു കഥ പറഞ്ഞു തരുകയോ അല്ലെങ്കിൽ ഒരു പാട്ട് പാടി തരുകയോ ഒന്നുമില്ല. ഈ പഠിക്കുക എന്ന സംസാരമല്ലാതെ മറ്റൊന്നും അവരിൽ നിന്നും അവർക്ക് കിട്ടുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ട് വളമുത്തശ്ശിയിൽ നിന്നും പാട്ടും കഥകളും ഒക്കെ അവർ നല്ലവണ്ണം ആസ്വദിച്ച് കേട്ടുകൊണ്ടേയിരുന്നു. പിന്നെ ശാന്ത വരുമ്പോൾ മധുരപലഹാരങ്ങളും മിഠായി പാക്കറ്റുകളും അവർക്ക് കൊടുക്കാനായി കൊണ്ടുവരും. അതൊക്കെ അവർക്ക് കൊടുത്ത് അവരോടൊപ്പം കൂട്ടുകൂടി നേരം ഇരുട്ടും വരെ അവർ അങ്ങനെ കഴിഞ്ഞുകൂടും. ഇതായിരുന്നു പതിവ്. ഒരു ദിവസം വള വിൽക്കാൻ പോയ ശാന്ത പിന്നെ തിരിച്ചു വന്നില്ല. പിന്നെ ആളുകൾ പറയുന്നത് കേട്ടു, തെരുവോരത്ത് ശാന്ത കിടക്കുന്നുവെന്ന്. ജനങ്ങൾ ഓടിക്കൂടി, അയൽപ്പക്കക്കാരും ഓടിച്ചെന്നു. നോക്കുമ്പോൾ ശാന്ത തെരുവോരത്ത് കിടക്കുന്നു. ആളുകൾ എല്ലാവരും കൂടി ശാന്തയെ ആശുപത്രിയിൽ കൊണ്ടുപോയെങ്കിലും ശാന്ത മരിച്ചു കഴിഞ്ഞിരുന്നു. എങ്ങനെയാണ് മരിച്ചതെന്ന് ആർക്കും അറിയില്ല. പിന്നെ അവരുടെ പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് റിപ്പോർട്ട് വന്നപ്പോഴാണ് ശാന്തയ്ക്ക് അറ്റാക്ക് ഉണ്ടായതാണെന്ന് മനസ്സിലായത്. അന്ന് ശാന്ത മരിക്കണ അന്നും കുട്ടികൾ അവരെ കാത്തുകൊണ്ട് അവരുടെ വീടിൻ്റെ ഉമ്മറപ്പടിയിലുണ്ടായിരുന്നു. പക്ഷെ നേരം ഇരുട്ടിയിട്ടും തങ്ങളുടെ വളമുത്തശ്ശി വരുന്നില്ലെന്ന് കണ്ടപ്പോൾ അവർക്ക് ഭയങ്കര വിഷമമായി. അപ്പോഴാണ് കുട്ടികൾ അറിയുന്നത് വളമുത്തശ്ശി മരിച്ചു കഴിഞ്ഞിരിക്കുന്നു. അവർക്ക് എന്തെന്നില്ലാത്ത സങ്കടമായി. ഈ തങ്ങളുടെ മുത്തശ്ശിയെ ഇനി തങ്ങൾക്ക് കാണാൻ കഴിയില്ലല്ലോ. അവർ കരയാൻ തുടങ്ങി. അവരുടെ മാതാപിതാക്കൾ അവരെ ആശ്വസിപ്പിച്ചുകൊണ്ടേയിരുന്നു. ശാന്തയുടെ ശവശരീരം വീട്ടിലേക്ക് എത്തിച്ചു. അവരുടെ വീട്ടുവളപ്പിൽ സംസ്കരിച്ചു.
സംസ്കരിച്ചു കഴിഞ്ഞിട്ടും കുട്ടികൾ നിലവിളിച്ചു കൊണ്ടേയിരുന്നു. അവർ അവിടെ നിന്നും പോകാൻ തയ്യാറായില്ല. കുട്ടികളുടെ മാതാപിതാക്കൾ അവരെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. പക്ഷേ അവർ അപ്പോഴും കരഞ്ഞുകൊണ്ടേയിരുന്നു. തങ്ങളുടെ വളമുത്തശ്ശിയെ ഇനി തങ്ങൾക്ക് കാണാൻ കഴിയില്ലെന്ന യാഥാർത്ഥ്യബോധം അവരെ വല്ലാതെ അലട്ടി. അവരുടെ സങ്കടം നിൽക്കുന്നില്ലായിരുന്നു. മാതാപിതാക്കൾ അവരെ ആശ്വസിപ്പിച്ചു കൊണ്ടേയിരുന്നു. എന്തു ചെയ്യാൻ, ഇനി ജീവിതത്തിൽ തങ്ങളുടെ വളമുത്തശ്ശി തങ്ങൾക്ക് ഒരിക്കലും കാണാൻ കഴിയില്ലെന്ന് അവർ മനസ്സിലാക്കി. ഈ കഥ വെറും സാങ്കല്പികം മാത്രമാണ്. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണും വരെ ബായ്.